എന്റെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേര് എന്നോട് ചോദിക്കും ഇത് എവിടെ നിന്ന് കിട്ടുന്നു, ഈ നോളജ് എല്ലാം എവിടെ നിന്ന് കിട്ടുന്നു. ഓക്കെ, അതായത് ഈ നോളജ് ഞാൻ ആകാശത്ത് എടുക്കുന്നു അല്ലെങ്കിൽ ഞാൻ കയ്യിൽ നിന്നിടുന്നോ അല്ല. ഇത് ഈ 95% ആൾക്കാർക്ക് അറിയില്ല. ഓക്കെ, അതായത് നോർമൽ ആയിട്ടുള്ള ആൾക്കാർ, അതായത് പണം എന്ന് പറഞ്ഞ് നടക്കുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന മായയിൽ നടക്കുന്ന ആൾക്കാർക്കൊന്നും അറിയില്ല. പക്ഷേ 4% ആൾക്കാർക്ക് അറിയാം. അത് തന്നെയാണ് ഇവിടുത്തെ കുറെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ്, റെപ്യൂട്ടഡ് ആയിട്ടുള്ള സിനിമാ നടന്മാര്, ഈ പറയുന്ന ബിസിനസ് ആൾക്കാർ, ഇവർക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അവർക്കെല്ലാം ആ 1% ആൾക്കാരോട് ഭയമാണ്. അതായത് 800 കോടി ജനങ്ങളെയും കൺട്രോൾ ചെയ്യുന്ന ആ 1% അപ്പൂമാരായിട്ടുള്ള ഏരിയകളെ ഭയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ പുറത്ത് പറയില്ല. അതോടൊപ്പം തന്നെ അവർക്ക് സൊല്യൂഷൻ ഇല്ല. അതായത് അവർ ഈ ബയോളജിക്കൽ പവർ, ഈ പറയുന്ന ഇന്ത്യ എന്നുള്ള രാജ്യം നശിപ്പിക്കാൻ നോക്കുന്നത് ശുദ്ധമായ വായു കൊടുക്കുന്നില്ല, ശുദ്ധമായ ഭക്ഷണം കൊടുക്കുന്നില്ല, ശുദ്ധമായ വെള്ളം കൊടുക്കുന്നില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളിൽ ക്യാൻസർ, സബ് കോൺഷ്യസ് ക്യാൻസർ പല രീതിയിലും എക്സ്റ്റാബ്ലിഷ് ചെയ്യിപ്പിക്കുന്നു, അല്ലെ ജാതിഭേദവും മതവും വിദ്വേഷവും ഇതെല്ലാം ബ്ലെൻഡ് ചെയ്യിക്കുന്നു. ഓക്കെ, അതായത് യഥാർത്ഥമായുള്ള ജ്ഞാനം, ശരീരം എന്താണോ ആത്മാവ് എന്താണോ അല്ലെങ്കിൽ പുതിയൊരു കാര്യം എന്താണെന്ന് തിരിച്ചറിയാത്തൊരു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്ത് അവർ പഴയ രീതിയിൽ കുഞ്ഞുങ്ങളെല്ലാം കംപ്രസ് ചെയ്യുന്ന രീതിയിൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നു. അപ്പൊ ഈ രീതിയിലായതുകൊണ്ട് ഈ 95% ഇങ്ങനെ പുഴുക്കളായിട്ട് തന്നെ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ ഒരു 1% അപ്പൂമാര്, അല്ലെ, എല്ലുപിടി കേസുകളായ അപ്പൂമാരെ ഇല്ലാതാക്കാനും അതോടൊപ്പം ഈ പറയുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ റിലാക്സോസിന്റെ കയ്യിലുണ്ട്. ഓക്കെ, അതായത് 3-4 വർഷമായിട്ട് ഞാൻ നടക്കുന്നത് എന്റെ 5ാമത്തെ വർഷമാണ്. ഓക്കെ, ഒരുപാട് പേരെ ഞാൻ പോയി കണ്ടു. ഓക്കെ, കോടീശ്വരന്മാരെയാണ് ഞാൻ പോയി കണ്ടത്. അപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്, പണമുള്ളവരല്ല ബുദ്ധിയുള്ള ആൾക്കാർ. ഓക്കെ, അവർക്ക് അവരുടെ മേഖലയിൽ ബുദ്ധി ഉണ്ടാവും, പക്ഷെ വിവേകമില്ല, സമസ്ത പ്രപഞ്ചത്തിനോട് സ്നേഹമില്ല, അതോടൊപ്പം സ്വാർത്ഥരാണ് അവര്. അതുകൊണ്ട് തന്നെയാണ് എന്നോട് എല്ലാം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, ഇത് കേരളത്തിൽ നിന്ന് ആക്സെപ്റ്റ് ആവില്ലുള്ളൂ, ഇത് സെറ്റ് ആവില്ല, ഇവിടെ നിന്ന് ഒരു കുഴപ്പമില്ല. പക്ഷെ ഇന്നലെ കേരളത്തിൽ, നമ്മുടെ കൊച്ചിയിൽ, നമ്മുടെ എറണാകുളത്ത് എല്ലാവിധ മരങ്ങളും വെട്ടിക്കളയുന്നു, പൊല്യൂഷൻ കൂട്ടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ മഹാരാഷ്ട്ര ഗവൺമെന്റ് അവിടെ നല്ല പൊല്യൂഷൻ. ഓക്കെ, അതായത് എല്ലായിടത്തും പൊല്യൂഷൻ ഉണ്ട്, അവിടെ വിസിബിൾ ആയിട്ട് കാണുന്ന രീതിയിൽ വരെ എത്തി. ഓക്കെ, അതായത് ഞാൻ 2-3-4-5 വർഷമായിട്ട് പറഞ്ഞു നടക്കുന്ന കാര്യം ഇപ്പൊ ഫ്ലെക്സിബിൾ ആയി, ഇപ്പൊ കണ്ടുകൊണ്ട് കാണാൻ പറ്റും. ഓക്കെ, ഡൽഹിയിലും അഹമ്മദാബാദിലുള്ള എല്ലാ കണ്ടീഷനും ഇവിടെ എത്തിക്കഴിഞ്ഞു. ഒറ്റ കാര്യം, ഒരു കാര്യം കൊണ്ട് മാത്രമാണ് അത് രൂക്ഷമാകാത്തത്, അതായത് മഴ. അതായത് ഗോഡ്സ് ഓൺ കൺട്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും മഴയുണ്ട്. അതായത് ഫിൽട്രേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും, പ്രകൃതി തന്നെ ഇതിങ്ങനെ ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കും. ഡൽഹിയിലും അഹമ്മദാബാദിലൊന്നും അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോ നരകിച്ച് മരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളും ആ ഒരു സ്റ്റേജിലേക്ക് എത്തും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് യാതൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യം അല്ലെങ്കിൽ യാതൊന്നും ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല. കാരണം റിലാക്സോസിന്റെ പ്ലാൻ ഇല്ലാത്ത ആ ഒരു സ്ഥലം നരകമായിരിക്കും. കാരണം അവിടെ ശുദ്ധമായ വായു ഉണ്ടാവില്ല, ശുദ്ധമായ ജലം ഉണ്ടാവില്ല, ശുദ്ധമായ ഭക്ഷണം ഉണ്ടാവില്ല, മാനസിക സംഘർഷവും ഭ്രാന്തും ആത്മഹത്യയും ഇതൊക്കെ എടുക്കുന്നത് നടക്കും. ഓക്കെ, അതുകൊണ്ട് ഇപ്പോ എന്റെ കയ്യിലാണ് ആ ചീട്ട്. അതായത് ഇനി എന്നെ സമീപിക്കണം. അതോടൊപ്പം തന്നെ റിലാക്സോസിന് അഭയം പ്രാപിക്കാത്ത എല്ലാവരും ശ്വാസം മുട്ടിയും അതോടൊപ്പം തന്നെ ആശുപത്രിയിലായിരിക്കും അവരുടെ ജീവിതം. അതായത് ഫാർമസ്യൂട്ടിക്കൽസിന്റെ വെറും പ്രൊഡക്റ്റായി മാറും അവരെല്ലാം. ഫ്ലാറ്റിലെല്ലാം താമസിക്കുന്ന ആൾക്കാരെല്ലാവരും ആ ഒരു നരക ജീവിതം ജീവിച്ചു തുടങ്ങും. ഓക്കെ, തുടങ്ങി അവസാന സ്റ്റേജ് എത്തും. അപ്പൊ അതുകൊണ്ട് ഉടനെ തന്നെ റിലാക്സ് ഫോറസ്റ്റ് എല്ലാവർക്കും വേണ്ടി, അതായത് അൾട്രാ ലക്ഷറി കൊടുക്കുന്നത് സമസ്ത പ്രപഞ്ചത്തിനും വേണ്ടി, അതായത് പുഴുക്കൾ തൊട്ട് ജീവജാലങ്ങൾ എല്ലാവർക്കും. ഓക്കെ, പക്ഷി മൃഗാദികളും ജീവജാലങ്ങൾക്കും എല്ലാവർക്കും ഞങ്ങൾ ആ ഒരു അൾട്രാ ലക്ഷറി, പ്യൂർ ആയിട്ടുള്ള ഓക്സിജൻ, പ്യൂർ ആയിട്ടുള്ള വായു, പ്യൂർ ആയിട്ടുള്ള ഭക്ഷണം, പ്യൂർ ആയിട്ടുള്ള വെള്ളം, ഇതെല്ലാം കൊടുത്ത് സന്തോഷം, സമാധാനം, ആരോഗ്യം നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ 1% അല്ലെ, എല്ലാവരും 800 കോടി ജനങ്ങൾ പേടിച്ചു നിൽക്കുന്ന ആ 1% എലികളെ ഇല്ലാതാക്കുക തന്നെ ചെയ്യും. ഓക്കെ.